ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പായയുടെ ഗുണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഒരുപാട് പോഷകമൂല്യമുള്ള ഒരു ഫലമാണ് പപ്പായ. ഇത് പല പേരിലും അറിയപ്പെടാറുണ്ട്. ഓമക്കായ, കർമൂസ, കപ്പളങ്ങ, കപ്പക്ക എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു. പപ്പായ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കാറ്. പപ്പായയുടെ പൂവും ഇലയും പപ്പായയുടെ കറയും പപ്പായയുടെ കുരുവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദഹനക്കുറവിനും വിശപ്പില്ലായ്മയ്ക്കും മലബന്ധത്തിനും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് പപ്പായ. പപ്പായയിൽ വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് കണ്ണുകളുടെ കാഴ്ച കൂട്ടുന്നതിന് സഹായിക്കുന്നു. ആമവാദം, സന്ധിവാതം, ആസ്മ എന്നിവയ്ക്കെല്ലാം പച്ചപ്പപ്പായ നല്ലതാണ്. പപ്പായ കഴിച്ച് കുരു കളയാതിരിക്കുക. കുരുവാണ് പപ്പായയുടെ ഏറ്റവും നല്ല ഔഷധമൂല്യമുള്ള ഭാഗം. ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ലിവർ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും വ്യായാമം ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലതാണ് പപ്പായയുടെ കുരു. ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. പഴുത്ത പപ്പായയുടെ കുരു ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. പുകവലി ശീലമുള്ളവർക്ക് പച്ചപ്പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. പഴുത്ത പപ്പായ കഴിക്കുകയാണെങ്കിൽ ദഹനത്തിനും വിശപ്പ് കൂട്ടാനും സഹായിക്കുന്നു. കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആസ്മയുള്ളവർക്കും ശ്വാസസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് പപ്പായ. മലബന്ധ പ്രശ്നങ്ങളുള്ളവർക്ക് രാത്രി ഭക്ഷണത്തിനു ശേഷം പപ്പായ കഴിച്ചിട്ട് കിടക്കുക. പതിവായി പപ്പായ കഴിക്കുകയാണെങ്കിൽ പ്രായം കൂടിയവർക്ക് എല്ലിന് വരുന്ന തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതാണ്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ബീഫ്, മട്ടൻ എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായും ഭക്ഷണത്തിനു ശേഷം പപ്പായ ചേർത്ത സാലഡുകളോ പഴുത്ത പപ്പായയോ കഴിക്കും. ഗർഭകാലങ്ങളിൽ പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ പച്ച പപ്പായ ഈ ടൈമിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പപ്പായ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. സ്കിന്നുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പപ്പായ വളരെ നല്ലതാണ്. പപ്പായ മുഖത്ത് പുരട്ടുമ്പോൾ പറിച്ച ഉടനെ തന്നെ ഉപയോഗിക്കാതിരിക്കുക. പപ്പായയുടെ കറ ഒട്ടും പെടാതെ വേണം ഉപയോഗിക്കാൻ. പപ്പായയുടെ ഉൾഭാഗത്ത് നിന്നും ഫ്രൂട്ട് എടുക്കുക. അതിലേക്ക് മഞ്ഞളോ തേനോ ഉപയോഗിച്ച് നന്നായി ഉടയ്ക്കുക. അതിനുശേഷം ഒരു സ്പൂൺ കടലമാവും ചേർത്ത് മുഖത്ത് പുരട്ടാവുന്നതാണ്. അല്ലെങ്കിൽ പപ്പായ അകത്തേക്ക് കഴിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനും മുഖക്കുരുവിനും പ്രായം തോന്നിക്കുന്ന ചുളിവുകൾ, വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് കരിവാളിപ്പ്, മുഖം ഇരുണ്ടു പോവുക എന്നിവയ്ക്കും ഡ്രൈ സ്കിൻ മാറുന്നതിനും എണ്ണമയം കുറഞ്ഞിട്ട് വരൾച്ച, വിണ്ടുകീറൽ എന്നിവയ്ക്കെല്ലാം നല്ലതാണ് പപ്പായ. സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.